ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ കാൽക്കുലേറ്റിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ 2015 നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കും മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കില ഈസ് അറ്റ് തൃശൂർ. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കില ഈസ് അറ്റ് തൃശൂർ. കിലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തൃശൂർ. തൃശൂരാണ് കില. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കിലയുടെ പൂർണ്ണരൂപം എന്താണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നതാണ് കില എന്നതിന്റെ പൂർണ്ണരൂപം. കിലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തൃശൂരാണ്. അപ്പൊ എന്താണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, KILA, കില. കിലയുടെ ആസ്ഥാനം തൃശൂരാണ്. തൃശൂർ പൂരം നടക്കുന്ന മൈതാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? തേക്കിൻകാട് മൈതാനമാണ്. എന്താണ്? തൃശൂർ പൂരം നടക്കുന്ന മൈതാനം തേക്കിൻകാട് മൈതാനമാണ്. കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി തൃശൂർ ജില്ലയിലെ ഗുരുവായൂരാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? തൃശൂർ പൂരം നടക്കുന്ന മൈതാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം തേക്കിൻകാട് മൈതാനമാണ്. കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി തൃശൂർ ജില്ലയിലെ ഗുരുവായൂരാണ്. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തൃശൂർ ജില്ലയിലെ തയ്യൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തൃശൂർ ജില്ലയിലെ തയ്യൂരാണ്. പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് തൃശൂർ ജില്ല. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയും തൃശൂർ ജില്ലയാണ്. എന്തൊക്കെയാണ്? കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി തൃശൂർ ജില്ലയിലെ ഗുരുവായൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തൃശൂർ ജില്ലയിലെ തയ്യൂരാണ്. പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് തൃശൂർ ജില്ല. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയും തൃശൂർ ജില്ലയാണ്. ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം, കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം, കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എല്ലാം ഏതാണ്? തൃശൂരാണ്. എന്തൊക്കെയാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം, കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം, കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം, സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസിന്റെ ആസ്ഥാനം എല്ലാം എന്താണ്? തൃശൂരാണ്. അപ്പൊ എന്തിന്റെയൊക്കെ ആസ്ഥാനമാണ്? കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയാണ് തൃശൂർ ജില്ല. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ്. സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം തൃശൂരാണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ്, KSFE ആസ്ഥാനം എന്താണ്? തൃശൂരാണ്. അപ്പോ ഒരിക്കൽ കൂടി പറയാം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കിലയുടെ ആസ്ഥാനം തൃശൂരാണ്. തൃശൂർ പൂരം നടക്കുന്ന മൈതാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം തേക്കിൻകാട് മൈതാനമാണ്. കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി തൃശൂർ ജില്ലയിലെ ഗുരുവായൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തൃശൂർ ജില്ലയിലെ തയ്യൂരാണ്. പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് തൃശൂർ ജില്ല. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയും തൃശൂർ ജില്ലയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം, കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം, കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം, സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ ആസ്ഥാനം എല്ലാം എന്താണ്? തൃശൂരാണ്. ഒരിക്കൽ കൂടി പറയാം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കിലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തൃശൂരാണ്. തൃശൂർ പൂരം നടക്കുന്ന മൈതാനം തേക്കിൻകാട് മൈതാനമാണ്. കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി തൃശൂർ ജില്ലയിലെ ഗുരുവായൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തൃശൂർ ജില്ലയിലെ തയ്യൂരാണ്. പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് തൃശൂർ ജില്ല. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല തൃശൂർ ജില്ലയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം, കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം, കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം, കേരള സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ ആസ്ഥാനം. ഇതിന്റെയൊക്കെയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം, കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം, കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം, സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം ഇവയെല്ലാം എന്താണ്? തൃശൂരാണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ ആസ്ഥാനവും തൃശൂരാണ്. Which is the oldest mountain range in India?
ആൻസർ ആരവല്ലി. വിച്ച് ഈസ് ദി ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഇന്ത്യ? ആൻസർ ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? ആരവല്ലി പർവ്വതനിരയാണ്. എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ് ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വതം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? ആരവല്ലിയാണ്. എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വതം എന്നെല്ലാം ചോദിച്ചാൽ ഉത്തരം ആരവല്ലിയാണ്. രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി തിരിച്ചുകൊണ്ട് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി. എന്താണ്? രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി തിരിച്ചുകൊണ്ട് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരു ശിഖർ. എന്താണ്? ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മൗണ്ട് ഗുരു ശിഖർ ആണ്. ആരവല്ലി പർവ്വതനിരയിലെ പ്രശസ്ത സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. എന്താണ്? ആരവല്ലി പർവ്വതനിരയിലെ പ്രശസ്ത സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരു ശിഖർ. ആരവല്ലി പർവ്വതനിരയിലെ പ്രശസ്ത സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രത്തിന്റെ പേരാണ് ദിൽവാര ക്ഷേത്രം. എന്താണ്? ആരവല്ലി പർവ്വതനിരയിലെ പ്രശസ്തമായ ജൈന തീർത്ഥാടന കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ദിൽവാര ക്ഷേത്രമാണ്. ആരവല്ലി പർവ്വതനിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അജ്മീർ. ആരവല്ലി പർവ്വതനിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അജ്മീർ. ഡൽഹിയുടെ ഭാഗമായ ആരവല്ലി പർവ്വതനിരയിലെ കുന്നുകളുടെ പേര് ചോദിച്ചാൽ ഉത്തരം റെയ്സീന കുന്നുകളാണ്. എന്താണ്? ഡൽഹിയുടെ ഭാഗമായ ആരവല്ലി പർവ്വതനിരയിലെ കുന്നുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? റെയ്സീന കുന്നുകളാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വതവും ആരവല്ലിയാണ്. രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി തിരിച്ചുകൊണ്ട് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരു ശിഖർ. ആരവല്ലി പർവ്വതനിരയിലെ പ്രശസ്ത സുഖവാസ കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മൗണ്ട് അബു ആണ്. മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ഇനി ചോദിച്ചാൽ ഉത്തരം രാജസ്ഥാനാണ്. ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം. ആരവല്ലി പർവ്വതനിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അജ്മീർ. ഡൽഹിയുടെ ഭാഗമായ ആരവല്ലി പർവ്വതനിരയിലെ കുന്നുകളാണ് റെയ്സീന കുന്നുകൾ. ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വതം എന്നിങ്ങനെയെല്ലാം ചോദിച്ചാൽ ഉത്തരം ആരവല്ലിയാണ്. രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി തിരിച്ചുകൊണ്ട് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര് ചോദിച്ചാൽ ഉത്തരം മൗണ്ട് ഗുരു ശിഖർ ആണ്. ആരവല്ലി പർവ്വതനിരയിലെ പ്രശസ്ത സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. മൗണ്ട് അബു ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം രാജസ്ഥാനാണ്. ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം. ആരവല്ലി പർവ്വതനിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അജ്മീർ. ഡൽഹിയുടെ ഭാഗമായ ആരവല്ലി പർവ്വതനിരയിലെ കുന്നുകളാണ് റെയ്സീന കുന്നുകൾ. എന്താണ്? ഡൽഹിയുടെ ഭാഗമായ ആരവല്ലി പർവ്വതനിരയിലെ കുന്നുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? റെയ്സീന കുന്നുകളാണ്. Who wrote the book Poverty and Un-British Rule in India? Answer Dadabhai Naoroji. Who wrote the book Poverty and Un-British Rule in India? Answer Dadabhai Naoroji. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഉത്തരം ദാദാഭായി നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായി നവറോജി. എന്താണ്? ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായി നവറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ദാദാഭായി നവറോജിയാണ്. എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായി നവറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായി നവറോജിയാണ്. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൌദ്യോഗിക പ്രതിനിധി എന്നറിയപ്പെടുന്നത് ദാദാഭായി നവറോജിയെയാണ്. എന്താണ്? ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൌദ്യോഗിക പ്രതിനിധി എന്നറിയപ്പെടുന്നത് ദാദാഭായി നവറോജിയാണ്.
ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും തത്വശാസ്ത്രത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായി നവറോജിയാണ്. എന്താണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും തത്വശാസ്ത്രത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായി നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാഭായി നവറോജിയാണ്. എന്താണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും തത്വശാസ്ത്രത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത്, ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൌദ്യോഗിക പ്രതിനിധി എന്നറിയപ്പെടുന്നതെല്ലാം ദാദാഭായി നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തം, മസ്തിഷ്ക സിദ്ധാന്തം എന്നിവ ആവിഷ്കരിച്ചത് ആരാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? ദാദാഭായി നവറോജിയാണ്. എന്താണ്? ചോർച്ചാ സിദ്ധാന്തം, മസ്തിഷ്ക സിദ്ധാന്തം എന്നിവ ആവിഷ്കരിച്ചത് ദാദാഭായി നവറോജിയാണ്. 1805 ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച ഇന്ത്യക്കാരൻ ആരാണ്? 1805 ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച ഇന്ത്യക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? ദാദാഭായി നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ദാദാഭായി നവറോജിയാണ്. എന്താണ്? ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ദാദാഭായി നവറോജിയാണ്. ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ദാദാഭായി നവറോജിയാണ്. ഏത് പാർട്ടിയുടെ അംഗമായാണ് നവറോജി ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ലിബറൽ പാർട്ടിയുടെ അംഗമായിട്ടാണ് ദാദാഭായി നവറോജി ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയത്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായി നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായി നവറോജി. എന്താണ്? ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായി നവറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായി നവറോജിയാണ്. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൌദ്യോഗിക പ്രതിനിധിയാണ് ദാദാഭായി നവറോജി. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും തത്വശാസ്ത്രത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായി നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാഭായി നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തം, മസ്തിഷ്ക സിദ്ധാന്തം എന്നിവ ആവിഷ്കരിച്ചത് ദാദാഭായി നവറോജിയാണ്. 1805 ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച ഇന്ത്യക്കാരൻ. 1805 ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച ഇന്ത്യക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ദാദാഭായി നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ദാദാഭായി നവറോജിയാണ്. ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നതും ദാദാഭായി നവറോജിയാണ്. ഇനി ഏത് പാർട്ടിയുടെ അംഗമായിട്ടാണ് ദാദാഭായി നവറോജി ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ലിബറൽ പാർട്ടിയുടെ അംഗമായിട്ടാണ് നവറോജി ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയത്. ഇനി ഒരിക്കൽ കൂടി പറഞ്ഞേക്കാം. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് ദാദാഭായി നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായി നവറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായി നവറോജിയാണ്. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൌദ്യോഗിക പ്രതിനിധിയാണ് ദാദാഭായി നവറോജി. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും തത്വശാസ്ത്രത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായി നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാഭായി നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തം, മസ്തിഷ്ക സിദ്ധാന്തം എന്നിവ ആവിഷ്കരിച്ചത് ആരാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? ദാദാഭായി നവറോജിയാണ്. 1805 ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച ഇന്ത്യക്കാരനാണ് ദാദാഭായി നവറോജി. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ദാദാഭായി നവറോജിയാണ്. ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ദാദാഭായി നവറോജിയാണ്. ഇനി ഏത് പാർട്ടിയുടെ അംഗമായിട്ടാണ് നവറോജി ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം ലിബറൽ പാർട്ടിയുടെ അംഗമായിട്ടാണ് ദാദാഭായി നവറോജി ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയത്. What was the original name of Swami Dayananda Saraswati? Answer: Mool Shankar. What was the original name of Swami Dayananda Saraswati? Answer: Mool Shankar. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? ഉത്തരം മൂൽ ശങ്കർ. മൂൽ ശങ്കർ എന്നായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം. Who among the following Englishmen described the 1857 revolt was a national rising? Answer: Benjamin Disraeli. Who among the following Englishmen described the 1857 revolt was a national rising? Answer: Benjamin Disraeli.
1857 വിപ്ലവത്തെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം എന്താണ്? ബെഞ്ചമിൻ ഡിസ്രേലി. ബെഞ്ചമിൻ ഡിസ്രേലിയാണ് 1857 വിപ്ലവത്തെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ജോൺ ലോറൻസ് ആണ്. എന്താണ്? 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ്. 1857 വിപ്ലവത്തെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. എന്താണ്? 1857 വിപ്ലവത്തെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിലാണ് അദ്ദേഹം 1857 വിപ്ലവത്തെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആരാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി കാറൽ മാർക്സ് ആണ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. എന്താണ്? 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വില്യം ഡാൽറിംബിൾ ആണ്. എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാൽറിംബിൾ ആണ്. ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് RC മജുംദാർ ആണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി ആണ്. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി ആണ്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് വില്യം ഡാൽറിംബിൾ. ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് RC മജുംദാർ ആണ്. ഒരിക്കൽ കൂടി പറയാം, 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി ആണ്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി വില്യം ഡാൽറിംബിൾ ആണ്. ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് RC മജുംദാർ ആണ്. 1857 വിപ്ലവത്തെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. Who was the chief organizer of the Ghadar movement? Answer: Lala Hardayal. Who was the chief organizer of the Ghadar movement? Answer: Lala Hardayal. ഗദ്ദാർ പാർട്ടിയുടെ മുഖ്യ സംഘാടകൻ ലാല ഹർദയാൽ ആണ്. എന്താണ്? ഗദ്ദാർ പാർട്ടിയുടെ മുഖ്യ സംഘാടകൻ ആരാണ്? ലാല ഹർദയാൽ. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ലാല ഹർദയാൽ, സോഹൻ സിംഗ് എന്നിവർ രൂപം നൽകിയ വിപ്ലവ സംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഗദ്ദാർ പാർട്ടിയാണ്. എന്താണ്? അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ലാല ഹർദയാൽ, സോഹൻ സിംഗ് എന്നിവർ ചേർന്ന് രൂപം നൽകിയ വിപ്ലവ സംഘടനയാണ് ഗദ്ദാർ പാർട്ടി. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് സോഹൻ സിംഗ് ആണ്. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം എന്നാണ്. ഗദ്ദാർ പാർട്ടി പിരിച്ചുവിടപ്പെട്ട വർഷം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം 1948 ആണ്. എന്താണ്? ഗദ്ദാർ പാർട്ടിയുടെ മുഖ്യ സംഘാടകൻ ലാല ഹർദയാൽ ആണ്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ലാല ഹർദയാൽ, സോഹൻ സിംഗ് എന്നിവർ ചേർന്ന് രൂപം നൽകിയ വിപ്ലവ സംഘടനയാണ് ഗദ്ദാർ പാർട്ടി. ആദ്യ പ്രസിഡന്റ് സോഹൻ സിംഗ് ആണ്. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം എന്നാണ്. ഗദ്ദാർ പാർട്ടി പിരിച്ചുവിടപ്പെട്ട വർഷം 1948 ആണ്.
ഇനി ഗണിതശാസ്ത്രജ്ഞനായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി എന്താണ്? ഗണിതശാസ്ത്രജ്ഞനായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ലാലാ ഹർദയാൽ ആണ്. എന്താണ്? ഗണിതശാസ്ത്രജ്ഞനായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാലാ ഹർദയാൽ. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, ഗദ്ദാർ പാർട്ടിയുടെ മുഖ്യ സംഘാടകൻ ലാലാ ഹർദയാൽ ആണ്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ലാലാ ഹർദയാലും സോഹൻ സിംഗും ചേർന്ന് രൂപം നൽകിയ വിപ്ലവ സംഘടനയുടെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഗദ്ദാർ പാർട്ടി എന്നാണ്. ആദ്യത്തെ പ്രസിഡന്റ് സോഹൻ സിംഗ് ആണ്. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം എന്നാണ്. ഗദ്ദാർ പാർട്ടി പിരിച്ചുവിടപ്പെട്ട വർഷം 1948 ആണ്. ഗണിതശാസ്ത്രജ്ഞനായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ലാലാ ഹർദയാൽ ആണ്. The famous Champaran Satyagraha was started by Gandhiji in the year 1917. The famous Champaran Satyagraha was started by Gandhiji in the year 1917. പ്രശസ്തമായ ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷമാണ് ഗാന്ധിജി ആരംഭിച്ചത്? 1917. എന്താണ്? 1917 പ്രശസ്തമായ ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ആരംഭിച്ചത്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യ സമരമാണ് 1917 ചമ്പാരൻ നീലം കർഷക സമരം. എന്താണ്? മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യ സമരമാണ് 1917 ചമ്പാരൻ നീലം കർഷക സമരം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ ബീഹാറിലാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം. എന്താണ്? മഹാത്മാഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സമരമാണ് 1917 ചമ്പാരൻ നീലം കർഷക സമരം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാർ സംസ്ഥാനത്തിലാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? 1918 അഹമ്മദാബാദ് മിൽ സമരമാണ്. എന്താണ്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണെങ്കിൽ, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? അഹമ്മദാബാദ് മിൽ സമരമാണ്. 1918 അഹമ്മദാബാദ് മിൽ സമരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗാന്ധിജിയുടെ നിരാഹാര സമരം. മാറിപ്പോവരുത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ 1917 ചമ്പാരൻ സത്യാഗ്രഹമാണെങ്കിൽ, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരമാണ്. 1918 അഹമ്മദാബാദ് മിൽ സമരമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം. ഇനി ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയ നേതാവ് ഗാന്ധിജിയാണ്. എന്താണ്? ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് സേവനമനുഷ്ഠിച്ച യുദ്ധത്തിന്റെ പേര് ചോദിച്ചാൽ ഉത്തരം ബോർ യുദ്ധമാണ്. എന്താണ്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് സേവനമനുഷ്ഠിച്ച യുദ്ധമാണ് ബോർ യുദ്ധം. ഗാന്ധിജിക്ക് കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിക്കാനിടയായ സംഭവം ബോർ യുദ്ധത്തിലെ സേവനമാണ്. എന്താണ്? ഗാന്ധിജിക്ക് കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിക്കാനിടയായ സംഭവം ബോർ യുദ്ധത്തിലെ സേവന പ്രവർത്തനങ്ങൾ കാരണമാണ് ഗാന്ധിജിക്ക് കൈസർ ഇ ഹിന്ദ് പദവി ലഭിച്ചത്. അദ്ദേഹം അത് ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് തിരിച്ചു നൽകുകയും ചെയ്തു. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സമരമാണ് 1917 ചമ്പാരൻ നീലം കർഷക സമരം. അപ്പോൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് എന്ന് ചോദിച്ചാൽ 1918 അഹമ്മദാബാദ് മിൽ സമരമാണ്. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയ നേതാവാണ് ഗാന്ധിജി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് സേവനമനുഷ്ഠിച്ച യുദ്ധമാണ് ബോർ യുദ്ധം. ബോർ യുദ്ധത്തിലെ സേവനം കാരണമാണ് ഗാന്ധിജിക്ക് കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിക്കാനിടയായത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം. 1918 അഹമ്മദാബാദ് മിൽ സമരമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി
തിരിച്ചു നൽകിയത് ഗാന്ധിജിയാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് സേവനമനുഷ്ഠിച്ച യുദ്ധമാണ് ബോർ യുദ്ധം. ഗാന്ധിജിക്ക് കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിക്കാനിടയായ സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ബോർ യുദ്ധമാണ്. ബോർ യുദ്ധത്തിലെ സേവനമാണ് അദ്ദേഹത്തിന് കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിക്കാനിടയായ സംഭവം. Who was considered as the father of Indian local self-government? Answer: Lord Ripon. Who was considered as the father of Indian local self-government? Answer: Lord Ripon. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം എന്താണ്? റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവിനെയാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. എന്താണ്? ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. 1881 ഫാക്ടറി ആക്ട് പാസാക്കിയ വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? റിപ്പൺ പ്രഭു ആണ്. എന്താണ്? ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. 1881 ഫാക്ടറി ആക്ട് പാസാക്കിയ വൈസ്രോയിയും റിപ്പൺ പ്രഭുവാണ്. ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെട്ടത് റിപ്പൺ പ്രഭുവിനെയാണ്. എന്താണ്? ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെട്ടിരുന്നത് റിപ്പൺ പ്രഭുവിനെയാണ്. 1882 ഇൽബർട്ട് ബിൽ പാസാക്കിയ വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? റിപ്പൺ പ്രഭുവാണ്. എന്താണ്? 1882 ഇൽബർട്ട് ബിൽ പാസാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബിൽ. എന്താണ്? ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബില്ല്. ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? റിപ്പൺ പ്രഭുവാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബിൽ. 1882 ഇൽബർട്ട് ബിൽ പാസാക്കിയ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? റിപ്പൺ പ്രഭുവാണ്. ഇനി സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രായപരിധി 19 നിന്നും 21 പുനഃസ്ഥാപിച്ച വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. എന്താണ്? സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രായപരിധി 19 നിന്നും 21 പുനഃസ്ഥാപിച്ച വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? റിപ്പൺ പ്രഭുവാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കായി ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? റിപ്പൺ പ്രഭുവാണ്. എന്താണ്? വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കായി ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയിയും റിപ്പൺ പ്രഭുവാണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവിനെയാണ്. എന്താണ്? ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവിനെയാണ്. ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. 1881 ഫാക്ടറി ആക്ട് പാസാക്കിയ വൈസ്രോയിയും റിപ്പൺ പ്രഭുവാണ്. ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെട്ടത് റിപ്പൺ പ്രഭുവിനെയാണ്. 1882 ഇൽബർട്ട് ബിൽ പാസാക്കിയ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബിൽ എന്ന് പറയുന്നത്. ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയിയും റിപ്പൺ പ്രഭുവാണ്. സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രായപരിധി 19 നിന്നും 21 പുനഃസ്ഥാപിച്ച വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കായി ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയിയും റിപ്പൺ പ്രഭുവാണ്. ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവിനെയാണ്. ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. 1881 ഫാക്ടറി ആക്ട് പാസാക്കിയ വൈസ്രോയിയും റിപ്പൺ പ്രഭുവാണ്. ജനകീയനായ വൈസ്രോയി. എന്താണ്? ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെട്ടത് റിപ്പൺ പ്രഭുവിനെയാണ്. 1882 ഇൽബർട്ട് ബിൽ പാസാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബിൽ എന്ന് പറയുന്നത്. ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയിയും റിപ്പൺ പ്രഭുവാണ്. സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രായപരിധി 19 നിന്നും 21 പുനഃസ്ഥാപിച്ച വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കായി ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? റിപ്പൺ പ്രഭുവാണ്. Which of the following river was called as Churni in ancient times? Answer: Periyar. Which of the following river was called as Churni in ancient times? Answer: Periyar. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി. ഉത്തരം പെരിയാർ. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്നത് പെരിയാറിനെയാണ്.
കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദിയും പെരിയാറാണ്. പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയാണ്. എന്താണ്? പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാറാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദിയും പെരിയാറാണ്. എന്താണ്? ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദിയും പെരിയാറാണ്. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മുല്ലയാറാണ്. എന്താണ്? പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളതും പെരിയാറിലാണ്. പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികളാണ് പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം എന്നിവ. എന്തൊക്കെയാണ്? പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം എന്നീ ജലവൈദ്യുത പദ്ധതികൾ പെരിയാറിലാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും പെരിയാറാണ്. പെരിയാറിന്റെ പോഷക നദികളാണ് കട്ടപ്പനയാർ, മുല്ലയാർ, മുതിരപ്പുഴ, ചെറുതോണിയാർ, പെരുന്തുറയാർ എന്നിവ. എന്തൊക്കെയാണ്? കട്ടപ്പനയാർ, മുല്ലയാർ, മുതിരപ്പുഴ, ചെറുതോണിയാർ, പെരുന്തുറയാർ എന്നിവ പെരിയാറിന്റെ പോഷക നദികളാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാറാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്നത് പെരിയാറിനെയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാറാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദി പെരിയാറാണ്. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളതും പെരിയാറിലാണ്. പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികളാണ് പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം എന്നിവ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാറാണ്. പെരിയാറിന്റെ പോഷക നദികളാണ് കട്ടപ്പനയാർ, മുല്ലയാർ, മുതിരപ്പുഴ, ചെറുതോണിയാർ, പെരുന്തുറയാർ എന്നിവ. ഒരിക്കൽ കൂടി പറയാം. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാറാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദി പെരിയാറാണ്. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളതും പെരിയാറിലാണ്. പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികളാണ് പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം. ഇതൊക്കെയാണ് പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം എന്നിവയാണ് പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികൾ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാറാണ്. പെരിയാറിന്റെ പോഷക നദികളാണ് കട്ടപ്പനയാർ, മുല്ലയാർ, മുതിരപ്പുഴ, ചെറുതോണിയാർ, പെരുന്തുറയാർ എന്നിവ. ദി ഫേമസ് തിരുനെല്ലി ടെമ്പിൾ ലൈസ് ഇൻ ദി വാലി ഓഫ് ബ്രഹ്മഗിരി. ദി ഫേമസ് തിരുനെല്ലി ടെമ്പിൾ ലൈസ് ഇൻ ദ വാലി ഓഫ് ബ്രഹ്മഗിരി. തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് മലയുടെ താഴ്വരയിലാണ്? ആൻസർ ബ്രഹ്മഗിരി. എന്താണ്? തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് മലയുടെ താഴ്വരയിലാണ്? ഉത്തരം ബ്രഹ്മഗിരി. ബ്രഹ്മഗിരി മലയുടെ താഴ്വരയിലാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്ന മലനിരയും ബ്രഹ്മഗിരിയാണ്. എന്താണ്? പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? ബ്രഹ്മഗിരിയാണ്. അപൂർവ ഇനം പക്ഷികളെ കാണാവുന്ന വയനാട്ടിലെ ഒരു സ്ഥലമാണ് പക്ഷിപ്പാതാളം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? അപൂർവ ഇനം പക്ഷികളെ കാണാവുന്ന വയനാട്ടിലെ സ്ഥലമാണ് പക്ഷിപ്പാതാളം. പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്ന മലനിരയും ബ്രഹ്മഗിരിയാണ്. തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ബ്രഹ്മഗിരിയിലാണ്. ബ്രഹ്മഗിരി മലയുടെ താഴ്വരയിലാണ്. തിരുനെല്ലി ക്ഷേത്രം, പനമരം ജൈന ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? വയനാടാണ്. എന്തൊക്കെയാണ്? തിരുനെല്ലി ക്ഷേത്രം, പനമരം ജൈന ക്ഷേത്രം, തിരുനെല്ലി ക്ഷേത്രം, പനമരം ജൈന ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. എന്താണ്? തെക്കൻ കാശി അല്ലെങ്കിൽ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് മലയുടെ താഴ്വരയിലാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ബ്രഹ്മഗിരിയാണ്. പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്ന മലനിരയും ബ്രഹ്മഗിരിയാണ്. അപൂർവ ഇനം പക്ഷികളെ കാണാവുന്ന വയനാട്ടിലെ സ്ഥലമാണ് പക്ഷിപ്പാതാളം. തിരുനെല്ലി ക്ഷേത്രവും പനമരം ജൈന ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്.
തെക്കൻ കാശി അഥവാ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. ഒരിക്കൽ കൂടി പറയാം, തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് മലയുടെ താഴ്വരയിലാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ബ്രഹ്മഗിരിയാണ്. പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ബ്രഹ്മഗിരി. അപൂർവ ഇനം പക്ഷികളെ കാണാവുന്ന വയനാട്ടിലെ സ്ഥലമാണ് പക്ഷിപ്പാതാളം. തിരുനെല്ലി ക്ഷേത്രം, പനമരം ജൈന ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട് ജില്ല. തെക്കൻ കാശി അഥവാ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.